റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 28ാമത്തെ നിയമം പ്രവർത്തിക്കാൻ ധൈര്യമുള്ളവനായിരിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രവർത്തിക്കണം എന്നതാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ധൈര്യമില്ലാത്ത ഒരാളെ ആർക്കും ഇഷ്ടമല്ല. നിങ്ങൾ ധീരമായി പ്രവർത്തിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയും. ഈ വിശ്വാസം നിങ്ങൾക്ക് വലിയ അധികാരം നൽകും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ അടിസ്ഥാന തത്വം നിങ്ങൾ ധൈര്യത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് ആളുകൾ വിശ്വസിക്കും എന്നതാണ്. നിങ്ങൾ ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്ന് ആളുകൾക്ക് തോന്നുമ്പോൾ അവർ നിങ്ങളെ വിശ്വസിക്കില്ല. എന്നാൽ നിങ്ങൾ ധൈര്യത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആളുകൾക്ക് നിങ്ങളെ ഒരു നേതാവായി കാണാൻ കഴിയും. നിങ്ങൾ ധൈര്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങളെ നേരിടാൻ ഭയമായിരിക്കും. ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയെ ആക്രമിക്കാൻ ആർക്കും ധൈര്യമുണ്ടാകില്ല. നിങ്ങൾ ധൈര്യമുള്ളവനായിരിക്കുമ്പോൾ നിങ്ങളുടെ എതിരാളികൾക്ക് നിങ്ങൾ ഒരു ഭീഷണിയാണ് എന്ന് തോന്നും. ഈ നിയമം പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആളുകളുടെ വിശ്വാസം നേടാം. ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയും. എതിരാളികളെ ഭയപ്പെടുത്താം. നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ എതിരാളികളെ ഭയപ്പെടുത്തും. വലിയ വിജയങ്ങൾ നേടാം. നിങ്ങൾ ധീരമായി ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടാൻ കഴിയും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അത് ധൈര്യത്തോടെ ചെയ്യുക. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യൻ സൈന്യത്തെ നേരിടാൻ ഭയപ്പെട്ടില്ല. പേർഷ്യൻ സൈന്യം വളരെ വലുതായിരുന്നു. എന്നാൽ അലക്സാണ്ടർ ധീരമായി തന്റെ സൈന്യവുമായി മുന്നോട്ടുപോയി. അദ്ദേഹത്തിന്റെ ഈ ധീരത കാരണം അദ്ദേഹത്തിന് പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കാൻ കഴിഞ്ഞു. സിനിമ. ബാഹുബലിയിലെ മഹേന്ദ്ര ബാഹുബലി. മഹേന്ദ്ര ബാഹുബലി ബല്ലാലദേവയെ നേരിടാൻ ഭയപ്പെട്ടില്ല. ബല്ലാലദേവ വളരെ ശക്തനായിരുന്നു. എന്നാൽ മഹേന്ദ്ര ബാഹുബലി ധീരമായി ബല്ലാലദേവയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ഈ ധീരത കാരണം ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു. ചരിത്രം. റിച്ചാർഡ് ഒന്നാമനും ഫ്രഞ്ച് രാജാവും. റിച്ചാർഡ് ഒന്നാമൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഫ്രഞ്ച് രാജാവിന് കീഴടങ്ങാൻ ഭയപ്പെട്ടില്ല. റിച്ചാർഡ് ധീരമായി ഫ്രഞ്ച് രാജാവിന്റെ മുന്നിൽ പോയി. റിച്ചാർഡിന്റെ ഈ ധീരത കാരണം ഫ്രഞ്ച് രാജാവ് അദ്ദേഹത്തെ ബഹുമാനിച്ചു. സിനിമ. 300. സ്പാർട്ടൻ സൈന്യം പേർഷ്യൻ സൈന്യത്തെ നേരിട്ടപ്പോൾ അവർ ഭയപ്പെട്ടില്ല. പേർഷ്യൻ സൈന്യം വളരെ വലുതായിരുന്നു. എന്നാൽ സ്പാർട്ടൻസ് ധീരമായി മുന്നോട്ടുപോയി. അവരുടെ ഈ ധീരത കാരണം പേർഷ്യൻ സൈന്യത്തിന് അവരെ ഭയമായി. ചരിത്രം. തോമസ് എഡിസൺ. എഡിസൺ വൈദ്യുതി കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് പരാജയങ്ങൾ നേരിട്ടു. എന്നാൽ അദ്ദേഹം ഭയപ്പെട്ടില്ല. അദ്ദേഹം ധീരമായി മുന്നോട്ടുപോയി. അദ്ദേഹത്തിന്റെ ഈ ധീരത കാരണം അദ്ദേഹത്തിന് വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിഞ്ഞു. സിനിമ. ഹാരി പോട്ടർ. ഹാരി പോട്ടർ വോൾഡ്മോർട്ടിനെ നേരിടാൻ ഭയപ്പെട്ടില്ല. വോൾഡ്മോർട്ട് വളരെ ശക്തനായിരുന്നു. എന്നാൽ ഹാരി ധീരമായി മുന്നോട്ടുപോയി. അദ്ദേഹത്തിന്റെ ഈ ധീരത കാരണം അദ്ദേഹത്തിന് വോൾഡ്മോർട്ടിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. ചരിത്രം. ജോൺ എഫ്. കെന്നഡി. കെന്നഡി ക്യൂബൻ മിസൈൽ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഭയപ്പെട്ടില്ല. അദ്ദേഹം ധീരമായി ഒരു തീരുമാനമെടുത്തു. ഈ ധീരത കാരണം അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഫ്രോഡോ. സാരുമാനെ നേരിടാൻ ഭയപ്പെട്ടില്ല. സാരുമാൻ വളരെ ശക്തനായിരുന്നു. എന്നാൽ ഫ്രോഡോ ധീരമായി മുന്നോട്ടുപോയി. അദ്ദേഹത്തിന്റെ ഈ ധീരത കാരണം അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. ചരിത്രം. ചാണക്യൻ. ചാണക്യൻ നന്ദ രാജാവിനെ നേരിടാൻ ഭയപ്പെട്ടില്ല. നന്ദ രാജാവ് വളരെ ശക്തനായിരുന്നു. എന്നാൽ ചാണക്യൻ ധീരമായി മുന്നോട്ടുപോയി. അദ്ദേഹത്തിന്റെ ഈ ധീരത കാരണം അദ്ദേഹത്തിന് വലിയ അധികാരം നേടാൻ കഴിഞ്ഞു. സിനിമ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയെ ചികിത്സിക്കാൻ ഭയപ്പെട്ടില്ല. ഗംഗയുടെ രോഗം വളരെ അപകടകരമായിരുന്നു. എന്നാൽ ഡോക്ടർ ധീരമായി മുന്നോട്ടുപോയി. അദ്ദേഹത്തിന്റെ ഈ ധീരത കാരണം അദ്ദേഹത്തിന് ഗംഗയെ ചികിത്സിക്കാൻ കഴിഞ്ഞു.